ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ വോയിസ് എപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ, ശരിയായിക്കോളും. എന്തായാലും ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് കൊണ്ടാണ്. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള ഒരു റൂട്ടീൻ വ്ളോഗാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ കാക്ക ഓഫീസുള്ള ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡയുടെ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കനുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് വ്ളോഗിലോട്ട് പോകാം. അപ്പോൾ പതിവ് പോലെ ഒന്നരാടുണ്ടല്ലോ ഞാൻ വ്ളോഗൊക്കെ ഇടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വ്ളോഗ് എടുക്കുന്ന ദിവസമാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ വിചാരിച്ചു വെറുതെ ഇങ്ങനെയൊക്കെ എടുക്കണ്ട, എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അതിനായിട്ടൊന്ന് റെഡി ആവുകയാണ്. സ്ലീവ് ഒന്ന് ഇടുന്നുണ്ട്, പിന്നെ ഷോളൊക്കെ ഒന്ന് റെഡിയാക്കി, പിന്നെ ചൂടുവെള്ളം ഞാനിപ്പം റെഡിയാക്കി റൂമിൽ തന്നെ വെക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ആ ചുമയും പിന്നെ സൗണ്ടൊന്നും റെഡി ആയിട്ടില്ല, അത്രയേ ഉള്ളൂ. ചുമക്കൊന്ന് മാറി വരുന്നുണ്ട് കേട്ടോ. നാട്ടിലേക്ക് വിളിച്ചു വയ്ക്കുമ്പോൾ നാട്ടിലെല്ലാവർക്കും മിക്കവർക്കും ഈ ചുമയും അതുപോലെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആശ്വാസമുണ്ട്. എന്നാലും വീട്ടിൽ കുറേ പേർക്ക് ഈ ഒരു റിലേറ്റഡ് അസുഖമുണ്ട്. അപ്പം നമ്മുടെ ലേഹം ഉണ്ടല്ലോ, അത് രാവിലെ തന്നെ കഴിക്കുകയാണ് തൊണ്ടൊന്ന് ശരിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ റൂട്ടീൻ ഇതാണ്. രാവിലെ ഒന്ന് ആവി പിടിക്കും. ആവി പിടിക്കുന്നത് ഞാൻ കുറച്ച് ദിവസം മുമ്പത്തെ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തുകൊണ്ട് അത് കാണിക്കുന്നില്ല കേട്ടോ. നാട്ടിലായ സമയത്ത് എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം വ്ളോഗ് ചെയ്യുമ്പം എന്താ പറയുക, എനിക്ക് കുറച്ച് പണികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എനിക്ക് അത്യാവശ്യം പണികൾ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് തന്നെ വ്ളോഗ് ചെയ്യുന്നത് എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യമാണിപ്പം. കാരണം നമുക്ക് ചെയ്യുന്ന പണികളൊക്കെ തന്നെയാണ് വീഡിയോയിൽ കാണിക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് വീഡിയോ ക്യാമറ ഒന്ന് ഓണാക്കാനേ ഉള്ളൂ. അപ്പോൾ മാലി വരാനുള്ളതിൻ്റെ കുറച്ച് മുമ്പാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. രാവിലെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു, ഒട്ടും വയ്യായിരുന്നു കേട്ടോ ആ സമയത്തൊന്നും. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ മാലി വരാൻ നേരമാണ് ഞാൻ പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങും. അപ്പോൾ എനിക്ക് വ്ളോഗ് ചെയ്യണമെങ്കിൽ ആദ്യം റോയിമോളെ ഒന്ന് റോസിനൊന്ന് ഏൽപ്പിക്കണം, ഒന്ന് കുറച്ച് നേരം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ റോസിനോട് പറയുമായിരുന്നു ഒന്ന് കുറച്ച് നേരം ഒന്ന് അവളൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. റീനു കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോയിമോളെ നോക്കാൻ പറഞ്ഞപ്പം അവൾക്ക് എന്നും ഇല്ലാത്തൊരു പഠിത്തവും എഴുതാനും ഹോംവർക്ക് ചെയ്യാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ട്യൂഷൻ ക്ലാസ്സിലത്തെ. എന്ത് സ്കെയിൽ എടുത്തോളൂ, സ്കെയില് നോക്കെടുക്ക. എന്ത് ആ ഡോർ ക്ലോസ് ചെയ്, എന്നിട്ട് താഴത്തെ തുറന്നു കൊടുക്കുക. എന്താ അവള് ചോദിക്കുന്നു? എന്താണ്? ഒന്നുമില്ലല്ലോ. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? അതുമല്ല പിന്നെന്താ വേണ്ടേ? റോയിമോൾക്ക് എന്താ വേണ്ടേ? ആ നോക്കേ നോക്ക്, എന്താ? അതാണോ? ആ അന്ന് എടുത്തൊടുക്ക്. റോയിക്ക് വേറെ വാങ്ങിച്ചു. എന്ത്? അത് വേണോ? അതാണ് വേണ്ടത് റോയിക്ക്? ആ എല്ലാതും റോസുവിൻ്റെ തന്നെ വേണം കേട്ടോ. ആ ഇതാണ്. വാ ബെഡ് കളിച്ചാൽ മതി കേട്ടോ. അല്ല അവിടെ ഇരുന്ന് കളിച്ചോളും. ആ ബെഡ്മ കളിക്കണം, ബെഡിൽ കളിക്കുക. അമ്മ തുറന്നുതരാം ഇവിടെ കളിക്കാം. എന്നാ ഇവിടെ ഇരിക്കുക, നിലത്തിരിക്കുക. താഴെ റോസു തല്ലുണ്ടാക്കരുത് കേട്ടോ.
എനിക്ക് സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല, സൗണ്ട് തന്നെ പോകും. പക്ഷെ നീ നോക്കിയാൽ മതി കേട്ടോ, ആളെ കൂടെ കളിക്കണ്ട. എന്താ അമ്മ പൊട്ടിച്ചേരാ, അമ്മ പൊട്ടിച്ചേരാ, അമ്മ പൊട്ടിച്ചേരാ. സ്റ്റാപ്ലർ പിന്നുണ്ട്, ആ പിന്നെ അതിൽ തട്ടല്ലേ പതുക്കെ. ഞാൻ പിന്നെയും പറയാം, തല്ലുണ്ടാക്കിയാൽ ഞാൻ റോസിനായിരിക്കും അടിക്കുകയാണേ കേട്ടോ. റോസ് ആ പിന്നെ അവിടെ വെക്കും, എടുക്ക എടുത്താ എടുത്താ അതിനപ്പം എവിടെ വെച്ച്. ഇവിടെ കളിക്കിട്ടാ, സൗണ്ട് ഉണ്ടാക്കരുതേ കേട്ടാ. പിന്നെ ആരെ കുട്ടീനെ നോക്കുക, ഇന്ന് വീഡിയോ എടുക്കാൻ പോവാ. കുട്ടി നോക്ക്, നമ്മൾ വീഡിയോ ചെയ്യാൻ പോവാ, വ്ലോഗ് എടുക്കട്ടെ കേട്ടോ. വേണ്ട വേണ്ട, അത് വായിൽ എന്തെങ്കിലും ഇടും, നീ നോക്കണം. റീനു കുളിക്കാൻ പോയിട്ടുണ്ട്. ടെറോസു കേൾക്കണ്ടോ? റോസു എളുപ്പോ, റോസു റോസു. അപ്പോൾ റൂമിൽ കുറച്ച് നേരം അവിടെ ഒടുങ്ങി ഇരിക്കുന്നുണ്ട്. അപ്പം വേഗം പോയിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കി ഒന്ന് കഴിക്കാൻ വിചാരിച്ചു. രാവിലെ എനിക്ക് വല്ലാണ്ട് കഴിക്കാൻ പറ്റിയില്ല, പുട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം മീൻ കറി ബാക്കിയിട്ടുണ്ടായിരുന്നു, ചെമ്മീൻ കറി. അപ്പം അത് കൂട്ടിയിട്ടൊന്ന് കഴിക്കുകയാണ്. പിന്നെ ഇക്കക്ക് ഓഫീസിലേക്ക് ചപ്പാത്തി കൊണ്ടുപോകാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉച്ചത്തേക്ക് ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. ഇക്ക വരുമ്പോഴേക്കും ചപ്പാത്തി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുകയാണ്. ഇക്കക്ക് പിന്നെ തലേ ദിവസത്തെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതൊന്നും കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ റൂമോളതാ അതിനിടയ്ക്ക് കരിയിപ്പിച്ചിട്ടുണ്ട്. റീനു ആണ് ഇത്തവണ കരിയിപ്പിച്ചത്. ഒരു കാട്ടി കുട്ടീനാര് കാട്ടി, കുട്ടീനാര് കാട്ടി. റീനുവിന് അവിടെ റൂം എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കണം. അപ്പോൾ അവിടെ കച്ചറാക്കണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞ് റീനുവിൻ്റെ അടുത്ത് കുട്ടീനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അതായത് വാഷിംഗ് മെഷീനിൽ എല്ലാ ഡ്രസ്സും ഞാൻ അലക്കാറില്ല. പിന്നെ അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഞാൻ കയ്യിൽ ആണിങ്ങനെ കഴുകാറ്. ബക്കറ്റിൽ വെറുതെ ഒന്ന് മുക്കിയെടുക്കാനുള്ള ഡ്രസ്സുകളേ ഉള്ളൂ. പിന്നെ ചിലത് നമ്മൾ ഇവിടെ എടുത്തു വെച്ച് പോയതുണ്ടല്ലോ, 10 മാസങ്ങളായിട്ട് ഷെൽഫിൽ വെച്ചുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാൻ ആവശ്യമുള്ളതുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാനുണ്ട്. പിന്നെ തോർത്തുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മുക്കിയെടുക്കാനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വ്യൂവേഴ്സിനും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്നത് ഇഷ്ടമാണല്ലോ. പിന്നെ ചെയറിലിരിക്കുന്നത് നോക്കണ്ട കേട്ടോ. റൂമിൽ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ ബാത്റൂമിൽ ചെയർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വെച്ച ചെയറാണ്. ഇപ്പോൾ പിന്നെ ഇക്കാക്കും ആവശ്യമുണ്ട്, എല്ലാവരും അവിടെ ഇരുന്നിട്ട് കുളിക്കുകയോ ചെയ്യും. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ബാത്റൂമിൽ ചെയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെയർ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് ഡ്രസ്സുകൾ ഇങ്ങനെ അലക്കാനുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് വാഷിംഗ് മെഷീനിലിടാണ്. അപ്പോൾ വാഷിംഗ് മെഷീൻ ആദ്യം നമ്മളുടേത് കിച്ചണിലായിരുന്നു. പിന്നെ അത് ഇങ്ങനെ കുട്ടികളുടെ ബാത്റൂമിൽ കൊണ്ടുവന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വാഷിംഗ് മെഷീൻ നമ്മുടെ കിച്ചണിലാവുമ്പോൾ ഒരുപാട് സ്പേസ് അവിടെ പോകുന്നുണ്ടായിരുന്നു. അപ്പം അത് ഇങ്ങനെ ബാത്റൂമിലോട്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഒന്നരാടെ ഇങ്ങനെ വ്ളോഗ് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗ് ചെയ്തതും അതുപോലെ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ പലരും വിചാരിക്കുന്നതാവും ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് എന്തിനാണ് ചെയ്യാമെന്നൊക്കെ. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തോ ഒരു പോലെയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. അപ്പം ദയവായിട്ട് ക്ഷമിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. ഞാൻ മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ നമുക്ക് എന്തായാലും വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഇതൊക്കെ വ്ളോഗായിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്കൊരു വ്ളോഗും ആവും ചെയ്യും. എന്തായാലും നമ്മൾ മെനക്കെട്ടതിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമല്ലോ.
അപ്പോൾ അത്ര വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ കയ്യിൽ വാഷ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഞാൻ പുറത്ത് അയലിലാണ് ഇടുന്നത്. അത് പിന്നെ വെള്ളമൊന്നും വല്ലാണ്ട് ഡ്രെയിൻ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി പുറത്ത്, അപ്പോൾ തന്നെ അത് ഡ്രൈ ആയിക്കോളും. അപ്പം വല്ലാണ്ട് പിഴിഞ്ഞെടുക്കേണ്ടൊന്നും ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മുടെ പെട്ടിൻ്റെ അകത്തുള്ള ഡ്രസ്സുകളൊന്നും ഇപ്പോഴും പുറത്തേക്ക് മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അതാണ് പെട്ടി നമ്മുടെ ബെഡ്റൂമിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഷോള് ഹാങ് ചെയ്യുന്നതുണ്ടല്ലോ, ഇത് 2-3 ഹാങ്ങർ ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പം അതിൽ നിറയെ വെക്കാനുള്ള ഷോളും ഉണ്ടാവും ഇൻഷാ അല്ലാ. അപ്പം അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹാങ്ങറിൽ ഇടുവാണെങ്കിൽ റീനും ഞാനും ഷോള് യൂസ് ചെയ്യുന്നുണ്ട്, ഹിജാബ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാനുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ കളറൊക്കെ പെട്ടെന്ന് എടുക്കാനും എല്ലാത്തിനും നല്ല യൂസ്ഫുൾ ആട്ടോ ഇങ്ങനെ ഈ ഹിജാബ് ഓർഗനൈസർ അല്ലെങ്കിൽ ഷോൾ ഓർഗനൈസർ. അപ്പോൾ കിട്ടുന്ന ഷോളുകളൊക്കെ വേഗം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്, കിട്ടുന്നതിനനുസരിച്ച് വെക്കാം. പിന്നെ ഇനിയും ബാക്കിയുള്ള പെട്ടികളിലുണ്ട് ഹിജാബുകൾ, അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഓരോ പെട്ടി തുറക്കുമ്പോൾ ഓരോ ഡ്രസ്സുകൾ കിട്ടുമല്ലോ, അതൊക്കെ ഓരോന്നും ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുകയാണ്. ഇനിയും ബാക്കിയുള്ളതിലൊക്കെ ഉണ്ട് ഇതിൽ വെക്കാൻ. അപ്പോൾ ഇതിൽ ചില അബായകൾ ഞാൻ ഇവിടെ വെച്ച് പോയതായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നപ്പം 10 മാസങ്ങൾക്ക് ശേഷം എടുക്കുന്നതല്ലേ, അപ്പോൾ അതൊക്കെ പുതിയ അബായമായിട്ട് തോന്നി. എന്താ പറയുക, നമ്മൾ 10 മാസങ്ങൾക്ക് മുമ്പ് അതൊക്കെ എനിക്ക് വേണ്ടാതെ ഇവിടെ വെച്ച് പോയതായിരുന്നു, പക്ഷെ ഇപ്പം അത് പുതിയതായി തോന്നി. പിന്നെ റൂഹിൻ്റെ പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള കുറച്ച് ഡ്രസ്സുകൾ ഞാനിതുപോലെ ഇങ്ങനൊരു ഇതിൽ വെക്കുന്നുണ്ട്. കാരണം നമ്മൾ റൂഹിയുടെ ഷെൽഫിൽ വെക്കുകയാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ കിട്ടില്ലായിരുന്നു. അപ്പോഴേക്കും റൂഹി മോൾക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മാലിനോട് പറഞ്ഞിട്ട്, അവൾ തന്നെ മാലിനോട് പറഞ്ഞിട്ട് പാല് ചൂടാക്കി കൊടുത്തതാണ് മാലി. പിന്നെ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഡ്രൈ ആക്കിയിട്ട് അകത്തന്നെ ഇടുന്നു കേട്ടോ. കാരണം കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ആകുമ്പോൾ അത് പുറത്തിടുമ്പോൾ പൊടിയൊക്കെ പിടിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രൈ ആക്കിയ ശേഷം അകത്തന്നെ ഇടുക. വൈകുന്നേരം ഇട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും അത് ഡ്രൈ ആവും. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ വേഗം എടുത്തിട്ട് പുറത്തേക്ക് ആക്കും കേട്ടോ. അപ്പം ഇതാ റോസ് കുളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം തലയിൽ തിരുമുന്ന പൊടി ഉണ്ടല്ലോ, രാസ്നാദി പൊടി, അത് വേഗം ഇട്ട് കൊടുക്കും. പലരും പറയാറുണ്ട് രാസ്നാദി പൊടി നമ്മൾ തലയിൽ തിരുമിയിട്ട് ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എങ്ങാനും വിട്ടുപോയാൽ അന്ന് ജലദോഷം പിടിക്കുമെന്ന്. അത് ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഡെയിലി അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്, വിട്ടുപോകാൻ മാക്സിമം നോക്കാറില്ല കേട്ടോ. അങ്ങനെ എങ്ങാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അന്ന് നിർഭാഗ്യവശാൽ പനിയോ ജലദോഷം എന്തെങ്കിലും ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നതാണോ അതോ ശരിയാണോ എന്താണെന്നൊന്നും അറിയില്ല. റോസുവിന് ഇവിടെയുള്ള മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ അവളുടെ പഴയ വീഡിയോസൊക്കെ ഇരുന്ന് കാണലാണ്. അപ്പോൾ ഇതിപ്പം നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ 1 വർഷം മുമ്പ് എങ്ങാനുള്ള, അതായത് ഇക്കാൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക്, ഈ ബർത്ത്ഡേ അല്ല കഴിഞ്ഞ ബർത്ത്ഡേൻ്റെ അന്നത്തെ വീഡിയോ ആട്ടോ, അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ആ പണികളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. മാലി പോയിട്ടുണ്ട്. അപ്പോൾ മാലി പോകാൻ നേരം എനിക്ക് ചപ്പാത്തി പരത്തി വെച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന പണിയാണ്, അതായത് രാവിലത്തേക്കാണ് ഈ ചപ്പാത്തി പരത്തി വെച്ചിട്ടുള്ളത് കേട്ടോ. തലേ ദിവസം വൈകിട്ട് ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ചുട്ടെടുത്താൽ മതി. അപ്പം രാവിലെ നമുക്ക് ചപ്പാത്തി പരത്താനും പത്തിരി പരത്താനൊക്കെ ബുദ്ധിമുട്ടാവുമ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചത് മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. പക്ഷേ രാവിലെ ചപ്പാത്തി എങ്ങനെയായാലും റൂയിമോൾ എനിക്ക് ചപ്പാത്തി പരത്താനൊന്നും സമ്മതിക്കില്ല. കാരണം എൻ്റെ കൂടെ റൂയിമോളും എണീക്കും. അപ്പോൾ രാവിലെ ഭയങ്കര ഒരു ജഗപൊക്കെ ആയിരിക്കും. അപ്പോൾ ഇക്കാക്ക് ഓഫീസിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് വേഗം ചുട്ടെടുത്താൽ മതിയല്ലോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്, 1 ലിറ്റർ കഴിഞ്ഞു കേട്ടോ.
പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനുണ്ട്. ഒരു സാധാ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പണ്ടത്തെ പോലെ നമ്മൾ സോസ് ഇട്ടത് അല്ലെങ്കിൽ ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇക്കാക്ക് കൊടുക്കാറില്ല. ഇവിടെ പിന്നെ നമുക്കായിട്ട് മാത്രം ഉണ്ടാക്കാനും പറ്റില്ലല്ലോ, നമ്മളിൽ നിന്നല്ലേ കഴിക്കാനുള്ളൂ. അപ്പോൾ ഇക്കാക്ക് പറ്റുന്നതാണ് നമ്മളെല്ലാവരും കഴിക്കുന്നത്. കറി ഐറ്റംസൊക്കെയാണ് കഴിക്കുന്നത്. വല്ലപ്പോഴും ഞാൻ എന്തെങ്കിലും ഫ്രൈ ആക്കിയുള്ള കഴിക്കുന്നതെന്നും ഉണ്ടാവുള്ളൂ. പിന്നെ ചപ്പാത്തി മാലി പരത്തി വെച്ചതാണ്. ഇനി ഇത് എങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുകയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നോർമലായിട്ട് നമ്മൾ ചപ്പാത്തി ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് സാധാ പരത്തി എടുത്തതാണ്. ഇനി അത് ഞാൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കാണിച്ചു തരാം. അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ അതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് പോവും. അപ്പം ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഏകദേശം ഒന്ന് സെറ്റാക്കി വെക്കട്ടെ, അവിടെ തിളയ്ക്കട്ടെ. അപ്പോൾ അതിങ്ങനെ ഒരു കാസ്ട്രോൾ എടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ നമ്മളെ സാൻഡ്വിച്ച് പേപ്പർ ഉണ്ടല്ലോ, അതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതില്ലയെന്നുണ്ടെങ്കിൽ സാധാ ഒരു ടവലെടുത്താൽ മതി. നല്ല വൃത്തിയുള്ളൊരു ടവലെടുക്കാം. എന്നിട്ട് ചപ്പാത്തി, ഓരോ ചപ്പാത്തിയും നമ്മൾ കുറച്ച് അരിപ്പൊടിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് അരിപ്പൊടിയിൽ പരത്തിയെടുത്താലും മതി. ഇതിപ്പം അരിപ്പൊടിയിലല്ല പരത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ ചപ്പാത്തിയും എടുത്തിട്ട് ഇതുപോലെ കുറച്ച് അരിപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ കാസ്ട്രോളിൽ ഇട്ട് വയ്ക്കാൻ. ഏറ്റവും താഴത്തെ ലെയറിൽ ഞാൻ സാൻഡ്വിച്ച് പേപ്പറാണ് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിലൊരു ടവൽ വെച്ച് കൊടുത്താൽ മതി. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാസ്ട്രോളിൽ വെച്ചിട്ട് അടച്ച് വെക്കുമ്പോൾ ഫ്രിഡ്ജിലും കൂടി വെക്കുമ്പം ഈർപ്പം വരും. അപ്പം അത് ഈ ചപ്പാത്തിയുടെ മുകളിൽ ഒറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ വീണ്ടും ഒരു സാൻഡ്വിച്ച് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാസ്ട്രോളിൽ അടച്ച് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബാക്കിയുള്ള ചപ്പാത്തി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചുട്ടെടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നേരെ എടുത്തതാണ്. ഇതുപോലെ ഞാൻ സാൻഡ്വിച്ച് പേപ്പറിൽ കവർ ചെയ്തിട്ട് നേരെ എടുത്തതാണ്. ഇനി ചുട്ടെടുക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. നമ്മുടെ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാധാ വേണമെങ്കിൽ ജസ്റ്റ് ചൂടാക്കിയിട്ട് അങ്ങനെ എടുക്കുക. പിന്നെ ഒലിവ് ഓയിലിൽ ചുട്ടെടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതല്ലേ. അപ്പോൾ ഞാൻ പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഒലിവ് ഓയിൽ നമ്മൾ ചെയ്യുവാണെങ്കിലും അത് വല്ലാണ്ട് ഹീറ്റ് ചെയ്യാണ്ട് നോക്കണം. അപ്പോൾ ചപ്പാത്തി ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്ത ശേഷം ഒലിവ് ഓയിൽ ഒന്ന് ജസ്റ്റ് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. നല്ല ഫ്രഷ് ആയിട്ട് ചപ്പാത്തി കിട്ടും. നല്ല ടേസ്റ്റാണ് ഒലിവ് ഓയിൽ ചുട്ടെടുത്താൽ, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ വോയിസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.